Hello dear students, welcome to 4th lecture of single entry. And this lecture we are going to discuss a problem set relating with the statement of yes method. We already discussed there are two methods are used for the single entry transitions. One is the statement of yes method, another one is the conversion method. And we are discussing the problems relating with the statement of yes method. And before that, what is the statement of yes method? We are just refreshing the memories regarding the statement of yes method. Statement of yes method means you are preparing a statements regarding the profit and loss. That means calculation of the opening capital and the closing capital, and how to find the opening capital and how to find the closing capital. The statement of yes statement of yes statements create. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇയേഴ്സിൻ്റെ ഫോമാറ്റ് വരുന്നത്? നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാണ്. അതിസ് എ ഫോമാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇയേഴ്സ്. നിങ്ങൾ ആദ്യം ഫസ്റ്റ് യു ഫൈൻഡ് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ഒരു ഡ്രോയിങ്സ് നിങ്ങൾ ആഡ് ചെയ്യണം. ദെൻ എന്തൊക്കെ കുറയ്ക്കണം? ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നിങ്ങൾ കുറയ്ക്കണം, അഡീഷണൽ ക്യാപിറ്റൽ നിങ്ങൾ കുറയ്ക്കണം. ദെൻ അപ്പോൾ അതിനുശേഷം ട്രേഡിംഗ് പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ട്രേഡ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കണം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലുണ്ടോ, ദ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര, ഓൾ ദി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടോ, ഇപ്പോൾ ഡിപ്രീസിയേഷനും ബാഡ് ഡെറ്റും പ്രൊവിഷനും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ അത് അവിടെ കുറയ്ക്കണം. അതിനുശേഷം കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ചെയ്യുന്നു, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്നതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ്. അതിന് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണെന്ന് പറയാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും സംശയം വരുന്നത് എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഹൗ ടു ഫൈൻഡ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഓപ്പണിംഗ് ഫിഗേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ ഓപ്പണിംഗ് ബാലൻസുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അപ്പോൾ അസറ്റ് സൈഡ് ഉണ്ടാക്കി ലയബിലിറ്റീസ് ഉണ്ടാക്കി എന്തൊക്കെയാണ് ഓപ്പണിംഗ് ബാലൻസിൽ വന്നിട്ട്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിൽ അസറ്റുമാരുടെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ഹാൻഡ്, ബാങ്ക്, സൺഡ് ക്രെഡിറ്റ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, അപ് ടു അതർ അസറ്റ്സ്, ഇതുമായിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതുന്നു. പിന്നെ എന്തൊക്കെയാണ് ഓപ്പണിംഗ് ലയബിലിറ്റീസ് വന്നിട്ടുള്ളത്, സൺഡ് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ്സ്, ദെൻ മിസ്റ്റർ എ ആൻഡ് അതേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുള്ള ബാലൻസുകൾ എഴുതുന്നു. അതിനുശേഷം ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ എന്ത് പറയുക, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് മാറണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് ആണ് അസറ്റും ലയബിലിറ്റീസും റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അസറ്റുകൾ റെക്കോർഡ് ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഓപ്പണിംഗ് ഇയറിന്റെ ബാലൻസിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ഇയർ ബാലൻസിൽ വെച്ചുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ബാലൻസ്, അതാണ് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആൻഡ് സിമിലർലി ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ക്ലോസിംഗ് ബാലൻസുകളാണ്. ഇതേ സെയിം ഫോമാറ്റ് തന്നെ, ഓപ്പണിംഗിൽ യൂസ് ചെയ്ത അതേ ഫോമാറ്റ് തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസുകളാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതിന്റെ എല്ലാം ക്ലോസിംഗ് ബാലൻസുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എഴുതുന്നത്. അപ്പോൾ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നു, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കുക. ആ ബാലൻസ് ആണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ, ക്ലോസിംഗ് ക്യാപിറ്റൽ ക്ലോസിംഗ് ബാലൻസിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം. രണ്ടിലും നമ്മൾ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ കൺസിഡർ ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ സെപ്പറേറ്റ് എഴുതാണ് ചെയ്യുക. ഓപ്പണിംഗ് ഇയറിന്റെ ബാലൻസ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റലിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ ക്ലോസിംഗ് ഇയറിന്റെ ബാലൻസ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി എന്തെങ്കിലും അസറ്റ്സ് ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോർവേഡ് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ മാത്രം അത് ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ക്ലോസിംഗ് ക്യാപിറ്റലാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, ഡ്രോയിങ്സ്. അതിനുശേഷം ലെസ് ചെയ്യുന്നുണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലഭിക്കുന്നു. ആ ട്രേഡിംഗ് പ്രോഫിറ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര, ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ എന്ത് നെറ്റ് പ്രോഫിറ്റ്. ഇത് പ്ലസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, മൈനസ് ആണെങ്കിൽ നെറ്റ് ലോസ് ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്ലസ് ബാലൻസ് ആണ് വരുന്നെങ്കിലാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ സാധിക്കും. മൈനസ് ഫിഗർ ആണ് വരുന്നെങ്കിൽ നെറ്റ് ലോസ് ആണ് നമ്മൾ നോർമലി പറയും.
അതിനുശേഷം ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കുക. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ബാലൻസുകൾ യൂസ് ചെയ്യും. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ക്ലോസിംഗ് ബാലൻസുകളാണ് യൂസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് നോർമൽ ഫോർമാറ്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, let us discuss the problem. Find out the profit and loss from the following transaction related to single entry. Single entry il the profit കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000, കറന്റ് ഇയർ ഡ്രോയിങ്സ് 6,000, അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി ഇയർ 10,000. ഇതാണ് ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നോർമലി നമ്മൾ ഈ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുക. ഈ ഫോർമാറ്റ് ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ, ദെൻ ആഡ് ഡ്രോയിങ്സ്, ലെസ് opening capital less additional capital, that's a profit made during the year. Then എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക. അതിന് ശേഷം വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ, ദ ഫസ്റ്റ് നമുക്കറിയാം ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ നോക്കിക്കാൻ കാണാൻ സാധിക്കും. വാട്ട് ഇസ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ? 80,000. സോ റെക്കോർഡിംഗ് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000. ഓക്കെ, ആൻഡ് അനദർ വൺ ഇറ്റ് ഈസ് ദ ഡ്രോയിങ്സ് ഉണ്ടോ നോക്കുക. ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറന്റ് ഇയർ ഡ്രോയിങ് 6,000, സോ ആഡ് ഡ്രോയിങ് 6,000. അപ്പോൾ രണ്ടും കൂടി കൂട്ടി 8,000ഉം 80,000 6,000 86,000 ആണ് വരുന്നത്. ഇനി എന്താണ് കുറയ്ക്കേണ്ട എലമെന്റ്സ്? നമുക്കറിയാം ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലാണ് കുറയ്ക്കുക. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പറഞ്ഞു നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000 ഇസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ലെസ് 50,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ പറയാം 10,000 അഡീഷണൽ ക്യാപിറ്റൽ. 2 മൈനസ് 1 ടോട്ടൽ മൈനസ് 60,000 മൈനസ്. ഈ പ്രോഫിറ്റ് കണ്ടുപിടി ശ്രദ്ധിക്കണം, വളരെ ഈസിയാണ്. 86,000 മൈനസ് 60,000 26,000 ആണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് വരുന്നത്. നമുക്കറിയാം ട്രേഡിംഗ് പ്രോഫിറ്റ് അത് ലെസ് ചെയ്ത് കഴിഞ്ഞ് ഇത് വരുന്ന ബാലൻസ് ആണ്. ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന വരുന്നതാണ് ട്രേഡിംഗ് ബാലൻസ്, ട്രേഡിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ കുറയ്ക്കുക, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ട്രേഡ് പ്രോഫിറ്റ് കിട്ടി 26,000 86,000 മൈനസ് 60,000 26,000 ലെസ് ഡിപ്രീസിയേഷൻ ബാഡ് ഡെപ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നില്ലാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എത്ര തന്നെ വരുന്നു? 26,000 തന്നെയായിട്ട് വരുന്നു. വെരി ഈസി ഫോർമാറ്റ്. സോ ഫസ്റ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ, ദെൻ ആഡ് ഡ്രോയിങ്സ്, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് യുവർ ദ ട്രേഡിംഗ് പ്രോഫിറ്റ്, ആൻഡ് ലെസ് യുവർ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലൈക്ക് ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അവിടെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 26,000 തന്നെ, ട്രേഡ് പ്രോഫിറ്റും 26,000 ആയിട്ട് വരുന്നു. സോ ഈ ഫോർമാറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലാണോ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് പോണത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ലിമിറ്റഡ് കമൻസ് ദ ബിസിനസ് ഓൺ 1st January with a capital ₹25,000. He immediately bought furniture ₹6,000. During the year, he borrowed ₹15,000 from his wife and introduced further capital of his amounting to ₹9,500. He had withdrawn ₹900 at end each month for family expenses. And the A Limited ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു 25,000 ആയിരുന്നു. ദെൻ ആ സമയത്ത് അതിനുശേഷം അവർ ഫർണിച്ചർ ₹6,000 ഫർണിച്ചർ വാങ്ങിക്കുന്നു. ദെൻ ബോറോ ചെയ്യുന്നുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്, വൈഫിന്റെ കയ്യിൽ നിന്ന് 15,000 വാങ്ങിക്കുന്നു. ആൻഡ് ഇൻട്രൊഡ്യൂസ് ഫർദർ ക്യാപിറ്റൽ ₹9,500 ആൻഡ് വിഡ്രോ 900 ഈച്ച് മന്ത് ഫോർ ഫാമിലി എക്സ്പെൻസസ്. ഇതാണ് എ ലിമിറ്റഡിന്റെ ട്രാൻസാക്ഷൻസ്. ദെൻ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഓൺ 31st December, ദാറ്റ് മീൻസ് ഇയർ. അപ്പോൾ അതിന്റെ അർത്ഥം സ്റ്റാർട്ടിംഗ് ഇയർ ഓപ്പണിംഗ് ഇയർ 1st January മീൻസ് ഓപ്പണിംഗ് മന്ത് 1st January, ക്ലോസിംഗ് മന്ത് 31st December ആണ്. 31st December ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് 600, ക്യാഷ് അറ്റ് ബാങ്ക് 7,800, സൺട്രി ഡെപ്റ്റേഴ്സ് 14,400, സ്റ്റോക്ക് 20,400, ബിൽസ് റിസീവബിൾ 4,800, സൺട്രി ക്രെഡിറ്റേഴ്സ് 1,500, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ദാറ്റ് മീൻ റെന്റ് ഡ്യൂസ് 450. ഇതാണ് ക്ലോസിംഗ് ഇയർത്തെ ബാലൻസുകൾ. Then furniture will be depreciated 10%. Furniture depreciated 10% ആണ്. Ascertain the profit and loss made during the year and prepare the final statement of years. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിവൈസ്ഡ് ദാറ്റ് മീൻസ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റുകൾ. സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആവശ്യമായി വരുന്ന 2 എലമെന്റ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റൽ. സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. നോക്കുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട് 25,000 പറഞ്ഞു. അപ്പോൾ നമ്മൾ എഴുതിയോ ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000 ആണ്. പക്ഷേ ക്ലോസിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നിങ്ങൾ കണ്ടുപിടിക്കണം.
ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന കാര്യം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരുപാട് ഫോർമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ ക്ലോസിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുള്ള അസറ്റ്സ് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ചെയ്താൽ, ലയബിലിറ്റീസിന് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ചെയ്താൽ ഡിഫറൻസ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഫിഗേഴ്സ് ക്ലോസിംഗ് ചെയ്താൽ മാത്രം എടുക്കാൻ പാടുള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്ത് ചില ഇൻഫോർമേഷൻസ് അതിൽ ഈ ബാലൻസുകളിൽ പറയാണ്ട് പുറത്ത് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് ഫിഗേഴ്സ് പറയുന്നുണ്ട്. കുറേ ക്ലോസിംഗ് ഫിഗേഴ്സ് പറഞ്ഞാൽ ഈ ക്ലോസിംഗ് ഫിഗേഴ്സിൽ മുഴുവൻ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. ഓക്കെ, ക്ലോസിംഗ് ഫിഗേഴ്സ് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ എടുത്ത് എഴുതിക്കൊണ്ട് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് 600, ക്യാഷ് ഇൻ ഹാൻഡ് 600. Then cash at bank 7,800, cash at bank 7,800. Then sundry debtors 14,400, sundry debtors 14,400. And stock 20,400, stock 20,400. Then bills receivable 4,800, 4,800. Then sundry creditors are പറഞ്ഞിട്ട് പിന്നെ sundry creditors 1,500, sundry creditors 1,500. The rent outstanding dues 450, rent outstanding due 450. ഇതാണ് പറഞ്ഞിട്ടുള്ള ഈ ബാലൻസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം എടുത്ത് എഴുതി. ഇനി ശ്രദ്ധിക്കുക, പലപ്പോഴും ഇതിലല്ലാണ്ട് പുറത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ ഇതിന്റെ കൂടെ പറഞ്ഞിട്ടില്ല, പുറത്താണ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നോക്കി ഇതിനെ കാണാൻ സാധിക്കും. ഹി ഇമീഡിയറ്റ്ലി ബോട്ട് ഫർണിച്ചർ ₹600. അപ്പൊ അതിൻ്റെ അകത്ത് ഫർണിച്ചർ വന്നിട്ട് ക്ലോസിംഗ് ആയിട്ട് ഫർണിച്ചർ വന്നിട്ടുണ്ട്, അസറ്റ് വന്നിട്ടുണ്ട് പറഞ്ഞാൽ അത്. പക്ഷേ ഈ ബാലൻസിൽ പറഞ്ഞില്ല എന്നുള്ള പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കി ഇതിനെ കാണാൻ സാധിക്കും. അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ക്യാരി ഫോർവേഡ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലോങ് ടൈം ലയബിലിറ്റി ഇഫ് ഇറ്റ് ഈസ് നെസസറി. കാരണം ചില ഇൻഫോർമേഷൻസ് ഈ ഗ്രൂപ്പിൽ പറയാണ്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഇവിടെ ഫർണിച്ചർ ഓപ്പണിംഗ് ബാലൻസ് പിന്നെ ഈ വർഷം സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫർണിച്ചർ വന്നിട്ടുണ്ട്, അത് അസറ്റാണ്. അസറ്റിന്റെ ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടില്ല, അപ്പം നമ്മൾ എടുത്ത് എഴുതണം. അസറ്റുകളൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടതാണ്, ലയബിലിറ്റീസിനെങ്കിൽ ഫോർവേഡ്. അപ്പോൾ ഒരു 6,000 രൂപയുടെ ഇമീഡിയറ്റ്ലി ബോട്ട് ഫർണിച്ചർ ആ വർഷം ഒരു വാങ്ങിക്കുന്നത്, പക്ഷെ അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഫർണിച്ചറിന്റെ ബാലൻസ് എടുത്തിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ എഴുതണം ഫർണിച്ചർ ₹6,000. ദെൻ ഡ്യൂറിങ് ദ ഹി ബോറോഡ് ₹15,000 ഫ്രം ഹിസ് വൈഫ്. അദ്ദേഹം വൈഫിന്റെ കയ്യിൽ നിന്ന് ബോറോയിങ്സ് വരുന്നുണ്ട്. ദ ലോൺ അല്ലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇറ്റ്സ് എ ലോൺ ഫ്രം വരുന്നുണ്ട്. ഇറ്റ്സ് എ ബോറോയിങ്, ദാറ്റ് മീൻസ് ലോൺ വരുന്നുണ്ട്. 15,000 ബോറോയിങ്സ് വന്നിട്ടുണ്ട് ആ വൈഫിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതെന്താണ് നമുക്ക് ലയബിലിറ്റിയിൽ എടുത്ത് കാണിക്കണം. അപ്പോൾ ലോൺ ഫ്രം വൈഫ് 15,000. ഈ രണ്ട് ഇൻഫോർമേഷൻസും പുറത്താണ് പറഞ്ഞത്. ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ടത് പക്ഷെ അവർ പറയാണ്ട് പുറത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ഇയർ പറയുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് എഴുതുമ്പോൾ ചില ഇൻഫോർമേഷൻസ് അവിടെ നമുക്ക് പറയാതെ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ക്ലോസിംഗ് ബാലൻസിന്റെ കൂടെ അല്ലാണ്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇവിടെ ഫർണിച്ചർ ഒരിക്കലും ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഫർണിച്ചർ നമ്മൾ എടുത്ത് എഴുതണം. ഫർണിച്ചർ 6,000. ആൻഡ് നമ്മുടെ ലോൺ അല്ലെ ശരിക്കും വൈഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതും നമുക്ക് ഈ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഈ കൂട്ടത്തിൽ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് എഴുതാൻ ശ്രമിക്കണം. ദാറ്റ് മീൻസ് ലോൺ ഫ്രം വൈഫ് 15,000. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബാലൻസുകളായി. പിന്നെ ബാക്കിയൊന്നും ഇവിടെ എഴുതേണ്ടതല്ല. ബാക്കിയുള്ള ബാലൻസുകൾ നമുക്ക് ഇവിടെ എഴുതേണ്ടല്ല. ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റലൊന്നും നമുക്ക് ഇവിടെ എഴുതേണ്ടല്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നു. അതിനുശേഷം ബാലൻസ് എടുക്കുന്നു. ബാലൻസ് എടുത്തപ്പോൾ നമുക്ക് ബാലൻസ് ഫിഗർ വന്നു 37,015. ദാറ്റ് ഈസ് എ ക്ലോസിംഗ് ക്യാപിറ്റൽ. ആ ബാലൻസിനെ നമ്മളിത് പറയാം ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. എത്രയാണ്? 37,050 ആണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ ക്ലോസിംഗ് ഫിഗേഴ്സുകളാണ് മുഴുവൻ എഴുതേണ്ടത്. ക്ലോസിംഗ് ഫിഗേഴ്സ് മുഴുവൻ എഴുതി. ഇനി അതിൽ പറയാതെ ഏതെങ്കിലും ക്ലോസിംഗ് ഇൻഫോർമേഷൻസ് ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ കൂടി എടുത്ത് എഴുതണം. അത് നമ്മൾ രണ്ട് ഇൻഫോർമേഷൻ എഴുതി, ഫർണിച്ചറും എഴുതി, ലോൺ എഴുതി. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും ഫർണിച്ചർ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഇത് പല രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നീഡ് നോട്ട് കെയർ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇവിടെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് കെയർ ദ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും നമ്മൾ ഒരിക്കലും സ്റ്റേറ്റ്മെന്റിലേക്ക് എടുത്തുകൊണ്ടുവരാൻ പാടില്ല. അത് എടുക്കാണ്ട് ചെയ്യേണ്ടതാണ് നല്ലത്. രണ്ട് രീതിയിൽ ചെയ്യേണ്ടതുണ്ട്, പക്ഷേ സ്റ്റേറ്റ്മെന്റുകൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ എടുക്കാണ്ട് ചെയ്യേണ്ടതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്കാണ് എടുക്കുക. അപ്പോൾ 25,000 is the opening capital and the closing capital 37,050. അപ്പോൾ ഓപ്പണിംഗ് കിട്ടി, ക്ലോസിംഗ് കിട്ടി. ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ആക്കാൻ നമുക്കറിയാം എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ദ ഫസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ഒരു ലോജിക് ഉണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ, ദെൻ ആഡ് ഡ്രോയിങ്സ്, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ. സോ ഫസ്റ്റ് നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ നോക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എത്രയാണ്? 37,050. ദെൻ ഡ്രോയിങ്സ് വരുന്നിട്ട്
ഡ്രോയിങ്സ് പറയുന്നുണ്ട്. ഹി ഡ്രോൺ 900 അറ്റ് ദ എൻഡ് ഈച്ച് മന്ത് ഫോർ ഫാമിലി എക്സ്പെൻസ്. ഓരോ മാസം അപ്പോൾ ഒരു വർഷത്തേക്ക് 900 into 12 ദാറ്റ്സ് 10,800. ദാറ്റ്സ് എ ഡ്രോയിങ്. അപ്പം നമ്മൾ ആഡ് ചെയ്തു, ടോട്ടൽ 47,850. Then less opening capital. Opening capital കിട്ടിയിട്ടുണ്ട് 25,000. Opening capital is 25,000. Then less additional capital ഉണ്ടെങ്കിൽ additional capital പറയുന്നുണ്ട് introduce further capital, that is additional capital 9,500. Additional capital, that's a 9,500. Minus here രണ്ട് element ആണ് opening capitalum additional capitalum. Same amount 34,500 ആണ് ലെസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അവൻ്റെ ലെസ് ചെയ്തതിന് കിട്ടുന്ന എമൗണ്ട് 30,350. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ്. 13,350 ഇതാണ് നമ്മുടെ ട്രേഡ് പ്രോഫിറ്റ്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം, നമ്മൾ സാധാരണ ഫോർമാറ്റിൽ പറയാറുണ്ട് എന്താണ്, ദാറ്റ് മീൻസ് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻസ്, ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ, ഇങ്ങനത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അത് എന്താണ്? ഡിപ്രീസിയേഷൻ വരുന്നത്. ഡിപ്രീസിയേഷൻ 10%. ഫർണിച്ചർ ഈസ് ഡിപ്രീസിയേറ്റ് 10%. ഫർണിച്ചർ 6,000 ആണ്. അപ്പോൾ 6,000 നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നത് 6,000 at 10% 600. ആ 600 കുറയ്ക്കണം. അത് കുറച്ചതിന് കിട്ടുന്നതായിരിക്കും നമ്മുടെ എന്ത് നെറ്റ് പ്രോഫിറ്റ്. 13,350 മൈനസ് 600 12,750 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇറ്റ്സ് എ പ്രോഫിറ്റ് പ്ലസ് ഫിഗർ ആണ്, പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ട് കൂടെ ഈസിയായി ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു, ക്ലോസിംഗ് ബാലൻസിൽ വെച്ച് കണ്ടുപിടിച്ചു. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന സമയത്ത് രണ്ട് ഇൻഫോർമേഷൻസ് അതിൽ പറയാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു, പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ രണ്ട് ഇൻഫോമിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വേണം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എല്ലാ ഇൻഫോർമേഷനും ക്ലോസിംഗ് ബാലൻസ് എഴുതുമ്പോൾ അതല്ലാണ്ട് അപ്പാർട്ട് ഫ്രം എന്തെങ്കിലും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നോക്കി അത് എഴുതിക്കൊണ്ട് വേണം ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ. നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ലെസ് ചെയ്ത ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്തു, 30,350 വന്നു. ദെൻ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. അതിനുശേഷം വരുന്ന നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 12,750. ദാറ്റ് ഈസ് യുവർ ദ നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ ക്വസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യം, പ്രിപ്പയർ ദ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി എന്തായിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? ആ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റോടെ അടക്കമുള്ള ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? അത് ബാലൻസ് ഷീറ്റ് ടാലി ആവണല്ലോ, അതിനാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം ശ്രദ്ധിക്കുക. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് റിവൈസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. റിവൈസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക നമ്മൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ, ഈ ക്ലോസിംഗ് ബാലൻസുകളാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഈ ക്ലോസിംഗ് ക്യാപിറ്റലിൽ വെച്ചുകൊണ്ട് തന്നെയാണ്, ക്ലോസിംഗ് ബാലൻസുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് റിവൈസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ചേഞ്ച് വന്നല്ല, ഇത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബാലൻസ് ഫൈനൽ ബാലൻസ് ഷീറ്റ് ആണ്. ഇനി ഫൈനൽ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെയാണ് ഇറ്റ്സ് റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓട്ടോമാറ്റിക് ടാലി ആവണം എല്ലാ അഡ്ജസ്റ്റ്മെന്റ് കഴിയുമ്പോൾ. അപ്പോൾ ഇത് ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റിവൈസ്ഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദിർ ഇസ് എ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്ലോസിംഗ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് 600. Then cash at bank 7,800. Cash at 7,800. Then sundry debtors 14,400. Sundry debtors 14,400. Then stock 20,400. Stock 20,400. Then bills receivable 4,800. Bills receivable 4,800. Okay, and furniture 6,000. Furniture 6,000. ശ്രദ്ധിക്കുക, ഫർണിച്ചർ ഇനി എഴുതുമ്പോൾ ഡിപ്രീസിയേഷൻ കുറച്ചത്, കാരണം ഇത് ഫൈനൽ ബാലൻസ് ഷീറ്റ് ആണ്. ഫൈനൽ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഫർണിച്ചർ 6,000 ആണ്. നമുക്കറിയാം ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുവച്ചിട്ടുണ്ട് 600 ആണ്. ആ 600 കുറയ്ക്കണം. സോ അപ്പോൾ 5,400. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡ് കഴിഞ്ഞു. റൈറ്റ് സൈഡ് ആണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് സൈഡ് നമ്മൾ 5,400 എഴുതും, കാരണം ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതാണ് ശ്രദ്ധ. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് മുഴുവൻ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 5,400. ഇനി ലയബിലിറ്റി സൈഡ് നമ്മൾ നോക്കുന്നു. Sundry creditors 1,500. Sundry creditors 1,500. Then rent outstanding 450. Rent outstanding 450. Then loan from wife 15,000. Loan from wife 15,000. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ക്യാപിറ്റൽ ഇനി കാണിക്കുമ്പോൾ ക്യാപിറ്റൽ ഓപ്പണിംഗ് ക്യാപിറ്റലോടെ കാണിക്കും. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന അതേ രീതിയാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര? 25,000. 25,000 is ഓപ്പണിംഗ് ക്യാപിറ്റൽ. ആഡ് അഡീഷണൽ അല്ലെ, നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റൂൾ ഉണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്. ആ റൂളാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000. ഓക്കെ, ദെൻ 25,000 എഴുതി. ആഡ് അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് എത്രയാണ്? 9,500 അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ആഡ് 9,500 അഡീഷണൽ ക്യാപിറ്റൽ. Then add net profit. Net profit വന്നിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു 12,750. 12,750.
12,750 ആണ് നമ്മുടെ അഡീഷണൽ നെറ്റ് പ്രോഫിറ്റ്സ്. ആഡ് നെറ്റ് 12,750 ലെസ് ഡ്രോയിങ്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 10,800 ആണ്. സോ ലെസ് ഡ്രോയിങ്സ് 10,800. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റലിൻ്റെ എലമെൻറ്റ്. 36,450 ഇതാണ് ഫൈനലായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഫിഗർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എപ്പോഴും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഫൈനൽ ബാലൻസ് ഷീറ്റാണ്. സോൾ പ്രൊപ്പറേറ്ററിലൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെ ഫൈനൽ ബാലൻസ് ഷീറ്റാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത്. ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ ഫൈനൽ ബാലൻസ് ഷീറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലിനെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, അതൊക്കെ നമ്മൾ സോൾ ട്രേഡറിൽ ചെയ്യുന്ന അതേ രീതി. ആഡ് ഡ്രോയിങ്സ്, ലെസ് ഡ്രോയിങ്സ്, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആ രീതിയാണ് അവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിച്ചു. നമ്മൾ പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ അറിയണം, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റോ ലോസ് ഐഡന്റിഫൈ, അതിനുശേഷം നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് റിവൈസ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ എല്ലാ അസറ്റ്സുകൾ എഴുതി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ കുറച്ച് എഴുതുക. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ച് എഴുതി 5,400. അത് ക്ലോസിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കിയ അതേ ഫോർമാറ്റ് നോക്കിയാൽ മതി. അതിൽ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതാം, നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് എഴുതുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ചെയ്യുന്ന അതേ റൂൾ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000, ആഡ് അഡീഷണൽ ക്യാപിറ്റൽ 9,500, ആഡ് നെറ്റ് പ്രോഫിറ്റ് 12,000. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 12,750 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ലെസ് ഡ്രോയിങ് 10,800. ഇത് നമ്മൾ സോൾ പ്രൊപ്പറേറ്ററിൽ ചെയ്യുന്ന അതേ റൂളാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ടാലി ആവണം. ടാലി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം കറക്റ്റാണ്. ടാലി ആയിട്ടില്ല നിങ്ങളുടെ പ്രോബ്ലത്തിൽ മിസ്റ്റേക്സ് എവിടെയോ വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 53,400 ആണ് അതിൻ്റെ മീൻസ് ബാലൻസ് വരാം. രണ്ട് സൈഡിലും ടോട്ടൽ കഴിഞ്ഞ് 53,000. ഇവിടെയും ടോട്ടൽ എടുത്ത് 53,400 ആയിരിക്കും, ഇവിടെയും 53,400 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഫൈനൽ ബാലൻസ് ഷീറ്റാണ്. ആ ഫൈനൽ ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ എല്ലാം അവിടെ കൺസിഡർ ചെയ്യും. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽക്കാണ് ഇമ്പോർട്ടൻസ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ, ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ആഡ് ഡ്രോയിങ്സ്, ലെസ് ആഡ് നെറ്റ് പ്രോഫിറ്റ്, ലെസ് ഡ്രോയിങ്സ്, ആ റൂള് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് അഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഫൈനൽ ബാലൻസ് ഷീറ്റിന്റെ ക്രിയേഷൻ ആണ്. ഓക്കെ, ദാറ്റ്സ് എ സെക്കൻഡ് പ്രോബ്ലം. ദാറ്റ്സ് ascertaining the profit and loss and preparing the final statement. So first you prepare the closing capital, that's the closing capital, and find out in the statement of profit and loss. This profit is 12,750, and it's a preparation of final statement that's based on the closing figures. The only change must consider adjustment and must take in the opening capital. No, it's not closing capital. Opening capital വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് അതിൻ്റെ ബാലൻസ് 36,450 ടോട്ടൽ എടുത്ത് കഴിഞ്ഞാൽ ടാലി ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓക്കെ. Okay, and the third question. G Limited kept his book on single entry system. His position on 31st March 2016. 31st March 2016 positions are the cash in hand 200, cash at bank 3,000, stock 20,000, sundry debtors 8,500, and furniture fittings 1,800, plant and machinery 15,000, sundry credited 22,000. And G Limited put rupees 5,000 during the year as a new capital, additional capital 100. And his drawings rupees 750 per month. Drawings ഉണ്ട് 750 ആണ്. His 31st March 2017 2017 ക്ലോസിംഗ് ആയി. Cash in hand 300, cash at bank 2,000, stock 90,000, sundry debtors 14,000, furniture and fixtures 1,500, plant and machinery 27,000, sundry creditors 29,000. Then from the above info prepare the statement of affairs and show the profit and loss during the year. അപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രോഫിറ്റ് ലോസ് മാത്രം കണ്ടുപിടിച്ചാൽ പ്രോഫിറ്റ് ലോസും കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് എലമെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് 2 ക്യാപിറ്റൽ കണ്ടുപിടിച്ചിരിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടിയിരിക്കണം, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടിയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ രണ്ടും തന്നിട്ടില്ല അല്ലേ. ഇൻഫോർമേഷൻസ് പറഞ്ഞിട്ട് പക്ഷേ ക്യാപിറ്റൽ പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും പറഞ്ഞിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസുകളാണ് ഡിപ്പെൻഡ് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കും, ക്ലോസിംഗ് ബാലൻസുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് അവിടെ ഓപ്പണിംഗ് ഇവിടെ ഓപ്പണിംഗ് ഫിഗേഴ്സ് ഇതാണ്. 31st March 2006 ഓപ്പണിംഗ്. ഫസ്റ്റ് ഏപ്രിൽ വരുന്ന ഓപ്പണിംഗ് ബാലൻസുകളായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ഫിഗേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, cash in hand 200,
Cash at bank 3,000, cash at bank 3,000. Stock 20,000, stock 20,000. Sundry debtors 8,500, sundry 8,500. And furniture fixtures 1,800. And plant and machinery 15,000. Sundry creditors 22,000, sundry credit 22,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓൾ ഓപ്പണിംഗ് ബാലൻസ് എടുത്തു, എല്ലാ ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തു, എല്ലാ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തു, അതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം. സോ ദ ബാലൻസ് ഫിഗർ 26,500 ആണ് എന്ത് എൻ്റെ ബാലൻസ്. ആ ബാലൻസ് ഫിഗർ ആണ് എന്ത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്ന് 26,500. ഇനി നമുക്ക് എന്താണ് ക്ലോസിംഗ് ബാലൻസ്? അപ്പോൾ ക്ലോസിംഗ് പൊസിഷൻസ് തന്നിട്ടുണ്ട്, ഇതാണ് ക്ലോസിംഗ് പൊസിഷൻസ്. ക്ലോസിംഗ് ബാലൻസിൽ മാത്രം നോക്കാം, അല്ല ക്ലോസിംഗ് ബാലൻസിൽ മാത്രം നോക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സ് ആണ്, നമുക്ക് അവിടെ എല്ലാം എഴുതേണ്ടത്, ഇതിൻ്റെ കൂടെ എഴുതേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ഫിഗേഴ്സ് ക്യാഷ് ഇൻ ഹാൻഡ് 300, ക്യാഷ് ഇൻ ഹാൻഡ് 300. Cash at bank 2,000, cash at bank 2,000. Stock 19,000, stock 19,000. Sundry debtors 14,000, sundry debtors is 14,000. And furniture and fixtures 1,500, 1,500. Plant and machinery 27,000, plant and machinery 27,000. And sundry creditors 29,000, sundry creditors, creditors 29,000, sundry creditors 29,000. The 29,000. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് തന്നിരിക്കുന്ന എല്ലാ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അതിൻ്റെ ബാലൻസ് എടുക്കുക. സോ ബാലൻസ് 34,800, ദാറ്റ് ഈസ് യുവർ ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. ദാറ്റ്സ് എ ബാലൻസ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 34,800 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. നേരത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഓപ്പണിംഗും തന്നിട്ടില്ല, ക്ലോസിംഗും തന്നിട്ടില്ല. ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് കണ്ടുപിടിക്കണം. അതെന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് വെച്ചുകൊണ്ടാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് വെച്ച് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ക്ലോസിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ബാലൻസ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ 26,500, ക്ലോസിംഗ് ക്യാപിറ്റൽ 34,800. ഓക്കെ, ദെൻ പ്രിപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം ആ ഫോമാറ്റ് നമുക്കറിയാം. വാട്ട്സ് ഫോമാറ്റ്? ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലോസിംഗ് ക്യാപിറ്റൽ 34,800. Then add drawings part 750 per month. So 750 into 12. So 9,000. അപ്പോൾ രണ്ടും കൂടി കൂട്ടാളായിരുന്നു 34,800ഉം 9,000ഉം 43,800 ആണ് ടോട്ടലായിട്ട് വരുന്ന വാല്യൂ. ലെസ് ചെയ്യേണ്ട ഓപ്പണിംഗ് ക്യാപിറ്റൽ, ഓപ്പണിംഗ് 26,500 ലെസ് ചെയ്യേണ്ട എലമെന്റ്സ്. ദെൻ നമുക്ക് ഓരോ അഡീഷണൽ ക്യാപിറ്റൽ കുറിച്ച് പറയുന്നുണ്ട്. And new capital ₹5,000 is new capital. So additional capital is 5,000. അപ്പോൾ രണ്ട് ലെസ് ചെയ്യേണ്ട എലമെന്റ്, അത് രണ്ട് പ്ലസ് ചെയ്യേണ്ട എലമെന്റ് ആണ്. അപ്പോൾ ലെസ് ചെയ്യേണ്ട എലമെന്റ് മൊത്തം 31,500 ആണ്. So the profit made during the year is 43,800 minus 31,500. So 12,300 ആണ്. That is the trading profit. This is the profit made during the year. നമുക്ക് നോർമലി ഫോമാറ്റിൽ ഡിപ്രീസിയേഷൻ എന്തെങ്കിലും കാര്യം കുറയ്ക്കണം. ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് നില്ലാണ്. അതിൻ്റെ അർത്ഥം നെറ്റ് പ്രോഫിറ്റ് എത്രയായിരിക്കും? 12,300 തന്നെയായിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റും. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് വളരെ ഈസിയാണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വെറുതെ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ് കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ട്രേഡിംഗ് പ്രോഫിറ്റ്. അതിനുശേഷം ഡിപ്രീസിയേഷൻ, ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 12,300 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെ? ഓപ്പണിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു, ക്ലോസിംഗ് ബാലൻസിൽ വെച്ചുകൊണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ലെറ്റ് മീ കൺക്ലൂഡ്. ദ ഫസ്റ്റ് വി ഡിസ്കസ് statement of his. A statement of his method is one of the important format is the closing capital, then add drawings, less opening capital, less additional capital, that is the trading profit, and less depreciation, bad debt, provisions, anything, indirect expenses. Finally we get the net profit. And ശേഷമാണ് net profit നമുക്ക് ലഭിക്കുന്നത്. Okay, this calculation of the opening capital, how to find the opening capital, അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിന് ബേസ് കൊണ്ട് കണ്ടുപിടിക്കുന്നത്. Then adjustments consider all figures from the opening is considered. And closing balance very important element. Closing balance are important. Closing balance വെച്ചുകൊണ്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. എല്ലാ ഫിഗേഴ്സും ക്ലോസിംഗ് ഇയറിൻ്റെ ആയിരിക്കണം. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. ചില ഇൻഫോർമേഷൻ സ്പെസിഫൈഡ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പറയാണ്ട് എടുക്കുന്നുണ്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരണം. ക്യാരി ഫിക്സഡ് ആസ് എ ലോങ് ടൈം ലയബിലിറ്റി എക്സെട്ര ഫോർവേഡ് ചെയ്യാനും ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരണം. This is the first question. Find out the statement of profit and loss. Very easy question. And second question, then preparation of the profit and loss and prepare the final statements. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം
അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് പ്രിപ്പയർ ചെയ്യണം, ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സും പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് പ്രിപ്പയർ ചെയ്യും ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വേണം. ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ, ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലോസിംഗ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇവിടെ 2 ഇൻഫോർമേഷൻസ് ഇവിടെ പറയാണ്ട് പുറത്ത് എടുക്കുന്നുണ്ടായിരുന്നു. അത് ഫർണിച്ചറും ലോണും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വേണം ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കാൻ. ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് ക്രിയേറ്റ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് കിട്ടി 12,750. ഇനിയാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഈ ക്ലോസിംഗ് ഫിഗേഴ്സ് തന്നെയാണ് ബേസ് ചെയ്യുക. ക്ലോസിംഗ് ഫിഗേഴ്സ് ബേസ് ചെയ്യുക, പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ ഫർണിച്ചറിന് അഡ്ജസ്റ്റ്മെന്റ് അവിടെ കുറച്ചിടണം. അപ്പോൾ 5,400 വരുന്നു. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല എഴുതുക, ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് എഴുതുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ ദെൻ ആഡ് അഡീഷണൽ ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ലെസ് ഡ്രോയിങ്. നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി കണ്ടുവെച്ച് കഴിഞ്ഞു 12,750 ആണ്. അപ്പോൾ അത് ഈ ബാലൻസ് നമുക്ക് കിട്ടുന്നു. അതിനുശേഷം ടോട്ടൽ എടുത്ത് കഴിഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്നെങ്കിലാണ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, and the third question regarding the preparation of final statement, profit and loss. Preparing the profit and loss. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പോൾ 2 ബാലൻസ് ഓപ്പണിംഗ് ഇൻഫോർമേഷൻസ് വെച്ച് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ഇൻഫോർമേഷൻസ് വെച്ച് ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിച്ച് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ്സ് ക്ലോസിംഗ് ക്യാപിറ്റൽ, ആഡ് ഡ്രോയിങ്സ്, ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദ ട്രേഡിംഗ് പ്രോഫിറ്റ്, ലെസ് പ്രൊവിഷൻ, ബാഡ് എക്സെട്ര. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 12,300 തന്നെയാണ് ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് മാറണത്. ഓക്കെ, ദിസ് 3 പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യണം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ അതേ ഇൻഫോർമേഷൻസ് വെച്ച് പ്രിപ്പയർ. പക്ഷേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ ക്ലോസിംഗ് ക്യാപിറ്റൽ പകരം ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുത്തുകൊണ്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, ദ പ്രിപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇയേഴ്സ് ആൻഡ് ദീസ് 3 different patterns of question relating with the statement of iyears method. And what is the statement of it? That means you are preparing a statement to ascertain the net profit or loss, and the plus figure is representing the net profit and minus figure is representing the net loss. Okay, anyway, thank you so much, and thank you for watching me.